നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില നിമിഷങ്ങളില്ലേ, മുന്നോട്ട് എന്താണെന്ന് ഒരു പിടിയുമില്ലാതെ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ. അതൊരു ജോലിയുടെ കാര്യത്തിലാവാം, ഒരു ബന്ധത്തിലാവാം, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിലാവാം. അങ്ങനെയുള്ള അനിശ്ചിതത്വത്തിന്റെ നിമിഷങ്ങളിൽ വെളിച്ചം തരുന്ന ഖുർആനിലെ 16-ാം ജുസ് നൽകുന്ന വഴികാട്ടലിലേക്ക് നമുക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെന്നാലോ? അതൊരു വല്ലാത്ത യാത്രയാണ് അല്ലേ? നമ്മുടെ ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധിയുടെ മുന്നിൽ നിൽക്കുക, പക്ഷേ അതിന്റെ അവസാനം എന്താകുമെന്ന് ഒരു രൂപവുമില്ല. നമ്മുടെ നെഞ്ചിനകത്തുള്ള ആ ഒരു പിടച്ചിലുണ്ടല്ലോ, അത് നമുക്കെല്ലാവർക്കും അറിയാം. ഖുർആൻ ഈയൊരു അവസ്ഥയെ വളരെ മനോഹരമായി പരിഭ്രമയാത്ര എന്നാണ് വിളിക്കുന്നത്. അത്തരമൊരു യാത്രയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോ ഇതിലെ ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഖുർആനിലെ ഈ ഭാഗം, അതായത് ജുസു 16, നമ്മുടെ ഈ ഒരു മാനസികാവസ്ഥയോട് നേരിട്ട് സംസാരിക്കുകയാണ്. നമ്മളോടാണ് സംസാരിക്കുന്നത്. അനിശ്ചിതത്വത്തിന്റെ ആ ഇരുട്ടിൽ വഴി കാണിച്ചു തരുന്ന ഒരു ടോർച്ച് ലൈറ്റ് പോലെയാണ് ഈ ജുസു. ഈ വഴികാട്ടലിലെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ആശയം ക്ഷമയാണ്. പക്ഷേ ഒരു മിനിറ്റ്, നമ്മൾ സാധാരണ കേൾക്കുന്ന പോലത്തെ ക്ഷമയല്ല ഇത്. അതിഗംഭീരമായൊരു കഥയിലൂടെയാണ് ഖുർആൻ ഈ വിഷയം തുടങ്ങുന്നത്. മൂസാ നബിയും അദ്ദേഹത്തിന് അറിവ് പകർന്നു നൽകിയ ഖിദ്ർ എന്ന ഗുരുവും തമ്മിലുള്ള ആ അസാധാരണമായ യാത്രയുടെ കഥ. ഈയൊരു ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, ഇത് ക്ഷമയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ ഒന്ന് മാറ്റിമറിക്കാൻ പോവാണെന്ന്. എല്ലാം പെട്ടെന്നറിയണം, റിസൾട്ട് ഉടനെ വേണം എന്ന് നമ്മുടെ ഒരു തിടുക്കമുണ്ടല്ലോ. ആ മനുഷ്യസഹജമായ ആഗ്രഹവും അള്ളാഹുവിന്റെ വലിയ പ്ലാനും തമ്മിലുള്ള ഒരു വടം വലയാണ് സത്യത്തിൽ ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോ ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ശ്രദ്ധിക്കണം. ഖുർആന് 2 തരം ക്ഷമയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, വേദന സഹിക്കാനുള്ള ക്ഷമ, കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ പതറാതെ നിൽക്കാനുള്ള കഴിവ്. അതിൽ മൂസ നബി ഒരു ചാമ്പ്യനായിരുന്നു. പക്ഷെ ഇവിടെ വിഷയം അതല്ല. രണ്ടാമത്തത് പ്രോസസ്സിലുള്ള ക്ഷമയാണ്, ഒരു സിനിമയുടെ ക്ലൈമാക്സ് കാണാൻ തിടുക്കം കൂട്ടുന്നത് പോലെ. അവിടെയാണ് അദ്ദേഹത്തിന് പരീക്ഷണം വന്നത്. ഓക്കേ, അപ്പോ ഇത് മൂസാ നബിയുടെ മാത്രം കഥയാണെന്ന് വിചാരിക്കരുത്. ഈ ജുസ് ഒരു സീരീസ് പോലെയാണ്. പല പ്രവാചകന്മാരും കടന്നുപോയ ടെൻഷൻ നിറഞ്ഞ യാത്രകളുടെ, അതെ, ആ പരിഭ്രമയാത്രകളുടെ ഒരു പരമ്പര തന്നെയാണിത്. നമുക്ക് മറ്റു ചിലരുടെ അനുഭവങ്ങളിലേക്ക് കൂടി ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് സക്കറിയ നബിയുടെ അടുത്തേക്ക് പോകാം. അദ്ദേഹത്തിനുള്ളിലെ പേടി എന്തായിരുന്നെന്നറിയാമോ? ദൈവമേ, എനിക്ക് ശേഷം ആരാണ് ഈ ദൗത്യം മുന്നോട്ടു കൊണ്ടുപോകുക? ആലോചിച്ചു നോക്കൂ, വയസ്സായി, ഒരു പിൻഗാമിയില്ല, ആ ഒരു അവസ്ഥയിലുള്ള ആദിയായിരുന്നു അത്. ഇനി മറിയം ബീവിയുടെ ഭയം നോക്കൂ. ഈ കുഞ്ഞിനെക്കുറിച്ച് ഞാൻ എന്റെ ആളുകളോട് എന്തു പറയും? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരൊറ്റ സ്ത്രീ ഒരു സമൂഹം മുഴുവൻ എതിരാകാൻ സാധ്യതയുള്ളൊരു സാഹചര്യത്തിൽ അവരുടെ ഉള്ളിൽ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക? അതൊരു കൊടുങ്കാറ്റു തന്നെയായിരുന്നു. ഇനി ഇബ്രാഹിം നബിയുടെ കാര്യമെടുക്കാം. അദ്ദേഹത്തിന്റെ പോരാട്ടം ഏതെങ്കിലും ശത്രുവിനോടായിരുന്നില്ല, മറിച്ച് സ്വന്തം പിതാവിനോടായിരുന്നു. സത്യവും സ്നേഹവും തമ്മിൽ ഹൃദയം രണ്ടായി പോകുന്നൊരവസ്ഥ. വിഗ്രഹാരാധന എതിർക്കുമ്പോൾ സ്വന്തം പിതാവിനെ എങ്ങനെ നേരിടും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഭയം. അപ്പൊ നോക്കും, പ്രവാചകന്മാർക്കു പോലും ഇങ്ങനെയുള്ള പരിഭ്രമയാത്രകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ നമുക്കോ? തീർച്ചയായും ഉണ്ടാകും. അപ്പോ ചോദ്യം ഇതാണ്, ഇതിനെങ്ങനെയാണ് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക? ഖുർആൻ എന്താണ് പറയുന്നത്? നമുക്ക് നോക്കാം. ഇവിടെയാണ് ഈ ജൂസിന്റെ കാതൽ. പരിഹാരം ഇതാണ്: അല്ലാഹുവുമായുള്ള നമ്മുടെ ബന്ധത്തെ ഒന്ന് റീഫ്രെയിം ചെയ്യുക. കാര്യങ്ങൾ സാധിച്ചു തരുന്ന ഒരാളായി മാത്രം അതിനെ കാണാതെ, നമ്മളെ ഓരോന്നും പഠിപ്പിക്കുന്ന, കൈപിടിച്ചു നടത്തുന്ന ഒരു കരുണാമയനായ അധ്യാപകനായി കാണാൻ ശ്രമിക്കുക. ആ ഒരു കാഴ്ചപ്പാടിലെ മാറ്റം, അതാണ് പ്രധാനം. അതെങ്ങനെ സാധിക്കും? അതിന് നമ്മൾ അല്ലാഹുവിന്റെ ഒരു പേര് മനസ്സിലാക്കണം: അൽ മലിക്, അതായത് എല്ലാറ്റിന്റെയും രാജാവ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു രാജാവിന്റെ രാജ്യത്ത് അദ്ദേഹം അറിയാതെ എന്തെങ്കിലും നടക്കുമോ? ഇല്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വൈകുന്ന കാര്യങ്ങൾക്കും നമ്മളെ കൺഫ്യൂഷൻ അടിപ്പിക്കുന്ന സംഭവങ്ങൾക്കും പോലും ഒരു കൃത്യമായ ഉദ്ദേശമുണ്ട്. ഒന്നും വെറുതെയല്ല, എല്ലാം അവന്റെ നിയന്ത്രണത്തിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് കിട്ടിയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഖുർആൻ അതിന് ഒരു സിമ്പിൾ ടൂൾ തരുന്നുണ്ട്: ഈ പ്രാർത്ഥന. എന്റെ റിസൾട്ട് എവിടെ എന്ന് ചോദിക്കുന്നതിന് പകരം, റബ്ബേ, എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചതായെന്ന് പ്രാർത്ഥിക്കാൻ. അതായത്, ഈ സാഹചര്യത്തെ മനസ്സിലാക്കാനുള്ള ജ്ഞാനം എനിക്ക് താ എന്ന്. ഇതൊരു വലിയ മൈൻഡ് സെറ്റ് ഷിഫ്റ്റാണല്ലേ? ഒരു ഡിമാൻഡിംഗ് കസ്റ്റമറെ പോലെ എന്റെ ഓർഡർ എപ്പോഴാ ഡെലിവറി ചെയ്യുക എന്ന് ചോദിക്കുന്നതിന് പകരം, ഒരു നല്ല സ്റ്റുഡന്റിനെ പോലെ, ടീച്ചർ, ഇതിൽ നിന്ന് ഞാൻ എന്ത് പാഠമാണ് പഠിക്കേണ്ടത് എന്ന് ചോദിക്കുക.
അതാണ് ഒരു വിശ്വാസിയുടെ റോൾ. ശരി, തിയറിയൊക്കെ കൊള്ളാം. പക്ഷെ പ്രാക്ടിക്കലായി ഇതെങ്ങനെ ചെയ്യും? നമുക്ക് ആ പ്രവാചകന്മാരിലേക്ക് തന്നെ തിരിച്ചുപോകാം. മൂസാ നബിയും ഇബ്രാഹിം നബിയും ആ പേടിയുടെയും ടെൻഷന്റെ നിമിഷങ്ങളിൽ എങ്ങനെയാണ് ദുആ ചെയ്തത്? നമുക്ക് നോക്കാം. അതൊരു കിടിലൻ മാതൃകയാണ്. മൂസാ നബിയുടെ പ്രാർത്ഥന നോക്കൂ. അതൊരു 3 സ്റ്റെപ്പ് ഫോർമുല പോലെയാണ്. 1. അദ്ദേഹം തന്റെ ഭയം മറച്ചുവെച്ചില്ല. എനിക്ക് പേടിയുണ്ട് എന്ന് സമ്മതിച്ചു. 2. അദ്ദേഹം സഹായം ചോദിച്ചു. എന്റെ കൂടെ സഹോദരൻ ഹാറൂനെയും അയക്കണേ എന്ന് പ്രാർത്ഥിച്ചു. 3. ഏറ്റവും പ്രധാനം, അവസാനം അല്ലാഹുവിന്റെ കഴിവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. ഇതൊരു കിടിലൻ മോഡലാണല്ലേ? ആ പ്രാർത്ഥനയുടെ അവസാനം നോക്കൂ. തീർച്ചയായും നീ ഞങ്ങളെ എപ്പോഴും കാണുന്നവനാണ്. എന്തൊരു പവർഫുൾ സ്റ്റേറ്റ്മെന്റാണത്! അതായത്, ഞാനിപ്പോ ദുർബലനായിരിക്കാം, ഒറ്റയ്ക്കായിരിക്കാം, പക്ഷെ എല്ലാം കാണുന്ന നീ എന്റെ കൂടെയുണ്ട്, നീ ഇതെല്ലാം കാണുന്നുണ്ട് എന്ന് സ്വയം ഓർമ്മിപ്പിക്കുകയാണ്. ആ ഒരു തിരിച്ചറിവില്ലേ, അതിനേക്കാൾ വലിയ എന്ത് ധൈര്യമാണ് വേണ്ടത്? ഇനി ഇബ്രാഹിം നബിയുടെ സീൻ നോക്കാം. ഒരു വശത്ത് സ്വന്തം ഉപ്പയുടെ ഭീഷണി, നിന്നെ ഞാൻ കല്ലെറിഞ്ഞോടിക്കും, എന്റെ മുന്നേന്ന് പോ. മറുവശത്ത് ഇബ്രാഹിം നബിയുടെ മറുപടി എന്തായിരുന്നു? അത് അല്ലാഹുവിനെക്കുറിച്ചുള്ള ഉറപ്പായിരുന്നു. എന്റെ റബ്ബ് എന്നോട് കൃപയുള്ളവനാണ്, എന്നെ ശ്രദ്ധിക്കുന്നവനാണ്. മനുഷ്യരുടെ ക്രൂരതയെ ദൈവത്തിന്റെ കരുണ കൊണ്ട് നേരിടുന്നൊരു കാഴ്ചയാണിത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇബ്രാഹിം നബി ദേഷ്യം കൊണ്ടോ വെറുപ്പ് കൊണ്ടോ അല്ല മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് സലാം, അതായത് സമാധാനം. എന്നിട്ടെന്താ പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്റെ റബ്ബിനോട് പൊറുക്കലിനെ തേടാം, കാരണം അവൻ എന്നോട് വളരെ കൃപയുള്ളവനാണ്. കണ്ടോ ആ ഉറപ്പ്? എന്റെ റബ്ബെന്നെ കൈവിടില്ല എന്ന ആ ഉറപ്പിൽ നിന്നാണ് യഥാർത്ഥ പവർ വരുന്നത്. ഓക്കെ, അപ്പോ ഇത്രയും നേരം നമ്മൾ പ്രവാചകന്മാരുടെ കഥകളിലൂടെയൊക്കെ സഞ്ചരിച്ചു. ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. ഈ വലിയ പാഠങ്ങൾ നമ്മുടെയൊക്കെ പേഴ്സണൽ ലൈഫിൽ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്താൻ കഴിയുക? അപ്പോ ഈ ഒരു ചർച്ചയിൽ നിന്ന് നമ്മൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ചില കീ പോയിന്റ്സ് എന്തൊക്കെയാണ്? നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എപ്പോഴെങ്കിലും ഒരു പരിഭ്രമയാത്രയുണ്ടാകുമ്പോൾ ഓർക്കാൻ വേണ്ടിയുള്ള 4 കാര്യങ്ങൾ. ഇതൊരു ടൂൾ കിറ്റ് പോലെയാണ്, ഏതു പ്രതിസന്ധിയെയും നേരിടാൻ നമ്മളെ സഹായിക്കുന്ന ഒന്ന്. അപ്പോ ഈ ഒരു ചോദ്യത്തില് നമുക്ക് നിർത്താം. ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണോ, അതിനെ ഒരു ശത്രുവായി കാണുന്നതിനു പകരം കരുണാമയനായ ഒരു ടീച്ചർ തരുന്ന ഒരു പാഠമായി കണ്ടാലോ? അങ്ങനെയെങ്കിൽ ആ ടീച്ചർ നിങ്ങളെ എന്തായിരിക്കും ഇപ്പോൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടാവുക? ഈ ഒരു ചിന്ത നിങ്ങളുടെ കൂടെയുണ്ടാവട്ടെ. നിങ്ങളുടെ എല്ലാ യാത്രകളിലും സമാധാനവും വഴികാട്ടുന്ന അറിവും ഉണ്ടാകട്ടെ.